വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയിൽ പ്രതിരോധത്തിലാണ് കോൺഗ്രസ്. KPCC നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടും നടപടിയെടുത്തില്ല. ബാങ്ക് നിയമന അഴിമതിക്ക് കൂട്ടുനിന്ന IC ബാലകൃഷ്ണനെതിരെയാണ് ചോദ്യമുന. ഒപ്പം സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണത്തിൽ ദുരൂഹത. വർക്കലയിലെ CPIM പ്രവർത്തകന്റെ കൊലപാതകത്തിൽ ലഹരി മാഫിയ സംഘം പിടിയിൽ. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് പ്രധാനമന്ത്രിയും മന്ത്രിമാരും അനാദരവ് കാട്ടിയെന്ന കോൺഗ്രസ് ആരോപണം. എന്നീ വാർത്തകൾ വിശദമായി പരിശോധിക്കുന്നു. ഒപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങളും അറിയാം. ആദ്യം പോകുന്നത് വയനാട് DCC ട്രഷററുടെ ആത്മഹത്യ എന്ന വാർത്തയിലേക്ക്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പോലീസ് പണമിടപാട് അന്വേഷിക്കും. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. ബത്തേരി അർബൻ ബാങ്ക് നിയമന അഴിമതിയുമായി ആത്മഹത്യക്ക് ബന്ധമുണ്ടെന്ന ആരോപണത്തിലാണ് അന്വേഷണം. സംഭവത്തിൽ IC ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് IC ബാലകൃഷ്ണൻ MLA പ്രതികരണം. NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും മരണത്തിൽ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. മരണം സംബന്ധിച്ച ദുരൂഹത ശക്തമാവുന്നതിനിടെ പണമിടപാട് സംബന്ധിച്ച രേഖകൾ പുറത്തു വന്നിരുന്നു. ഇതേക്കുറിച്ച് പോലീസ് അന്വേഷിക്കും. ഇപ്പോൾ പ്രത്യക്ഷ ഇടപെടൽ നടത്തിയെന്ന് തെളിവുകൾ പുറത്തുവന്നവരെ ചോദ്യം ചെയ്യും. NM വിജയൻ ഇടനിലക്കാരനായി പണം വാങ്ങിയെന്ന രേഖകൾ പോലീസ് പരിശോധിക്കും. കരാർ ഉടമ്പടിയിൽ പേരുള്ളവരെയും ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ബത്തേരി DYSP ആണ് സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത്. സംഭവത്തിൽ IC ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തണമെന്ന് CPIM ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കളുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേതാവ് കൂടെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് CPIM-ന് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. IC ബാലകൃഷ്ണൻ MLA തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവരണം. IC ബാലകൃഷ്ണൻ മാത്രമല്ല ഇതിന് ഉത്തരവാദി. KPCC നേതൃത്വം ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയാണ്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയ പണം ജോലി ലഭിച്ചില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുമെന്ന വ്യവസ്ഥ നേതാക്കൾ പാലിക്കാത്തതിനെതിരെ NM വിജയൻ നൽകിയ പരാതികളും പുറത്തു വന്നിട്ടുണ്ട്. നേതാക്കൾ പണം വാങ്ങി കൈയഴിഞ്ഞതോടെ നിസ്സഹായ അവസ്ഥയിലെത്തിയ NM വിജയൻ മകനും വിഷം നൽകി മരിക്കുകയായിരുന്നു എന്നാണ് ആരോപണമുയരുന്നത്. കത്തുകളിലും കരാർ ഉടമ്പടികളിലും പേരുള്ള IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് CPIM തിങ്കളാഴ്ച MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് IC ബാലകൃഷ്ണൻ പ്രതികരിച്ചു. കൈരളി ന്യൂസ്, വയനാട്. അനൂപ് KR ആണ് ഈ വാർത്തയിൽ വിശദമായ വിവരങ്ങൾ നൽകാനുള്ളത്. അനൂപ്, വിശദ അന്വേഷണത്തിന് ഉത്തരമേഖല DIGയുടെ നിർദ്ദേശം എന്നതാണ് അതിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഏത് വിധത്തിലുള്ള ഒരു അന്വേഷണം പ്രതീക്ഷിക്കുന്നുണ്ട്? വലിയ ഗുരുതരമായ ആരോപണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനടക്കം KPCC നേതൃത്വത്തിന് വിമർശനമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ആ അന്വേഷണത്തിന്റെ വിവരങ്ങൾ ആദ്യം. NM വിജയൻ വലിയ സാമ്പത്തിക ബാധ്യതയിലായ സാഹചര്യങ്ങൾ പരിശോധിക്കാൻ ആണ് പ്രാഥമികമായി ഇത്തരത്തിൽ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും വിശദമായ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഉത്തരമേഖല DIG രാജ്പാൽ മീണയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് നൽകാനും അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നു. പണമിടപാട് സംബന്ധിച്ചും ആത്മഹത്യക്ക് പ്രേരകമായ എല്ലാ സാഹചര്യങ്ങളും ഇത് സംബന്ധിച്ചുള്ള എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കാനാണ് ബത്തേരി DYSPക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിധത്തിൽ പോലീസ് പ്രത്യേകം ഈ സംഭവം അന്വേഷിക്കണം. തെളിവുകളുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ പുറത്തു വന്ന തെളിവുകൾ വിശദമായി പരിശോധിക്കണം. അതോടൊപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പലരുടെയും പക്കലുള്ള ഇത്തരത്തിലുള്ള രേഖകളും പണമിടപാട് സംബന്ധിച്ചുള്ള സൂചനകൾ സംബന്ധിക്കുന്ന രേഖകളുമെല്ലാം വിശദമായി പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടത്തണമെന്നുമാണ് നിർദ്ദേശം. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി പോലീസ് തെളിവുകൾ ശേഖരിക്കുകയും അതോടൊപ്പം അതിൽ പേരുകളുള്ള ആളുകളെ പ്രാഥമികമായി മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെ നടപടികളിലേക്കും പോലീസ് കടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പേരുകൾ പരാമർശിച്ച പ്രധാനപ്പെട്ട നേതാക്കളിലേക്കും ഈ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുക്കൽ എത്തും. ഏതായാലും സമീപ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ സംഭവത്തിൽ ഈ വിധത്തിലുള്ള പോലീസ് അന്വേഷണം തുടരുകയാണ്. മൊഴിയെടുക്കൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അതിന്റെ ഏറ്റവും പ്രധാന വശം ഈ സാമ്പത്തിക ബാധിതരായിട്ടുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ബത്തേരി അർബൻ ബാങ്കിലെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടുകളിൽ ഇടനിലക്കാരനായിരുന്നു NM വിജയനെ സംബന്ധിച്ചുള്ള തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതേ തുടർന്ന് നേതാക്കൾ പണം വാങ്ങിയെടുക്കുകയും എന്നാൽ പിന്നീട്
ആ ജോലി ലഭിക്കാത്ത സാഹചര്യത്തിൽ അത് തിരികെ നൽകാനുള്ള നടപടികൾ ഉണ്ടായില്ല. അനൂപ്, അതെ അതെ, ആ രണ്ട് കാരണങ്ങളാണ്. ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിന് പണം വാങ്ങിയെന്ന ഗുരുതരമായ ആരോപണം, അതിന് ഉദ്യോഗാർത്ഥി പുറത്തുവിട്ട അതിനു വേണ്ടി രേഖപ്പെടുത്തിയ ഒരു എഗ്രിമെന്റ്, പിന്നെ രണ്ടാമത്തേത് KPCC നേതൃത്വത്തിന് NM വിജയൻ കൊടുത്ത പരാതിയുടെ പകർപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു, K സുധാകരന് കൊടുത്ത കത്ത്. ഈ രണ്ടുപേരുടെ ജീവനെടുത്ത ഈ സംഭവത്തിൽ കോൺഗ്രസ് ഇതുവരെ ഒരു പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല. എത്ര കണ്ട് പ്രതിരോധത്തിലാണ് കോൺഗ്രസ്? സ്വാഭാവികമായും കോൺഗ്രസ് ഈ സംഭവത്തിൽ ഈ മരണം സംഭവിച്ച സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ പ്രതിരോധത്തിലാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതുമായി ബന്ധപ്പെട്ട് NM വിജയൻ നേരത്തെ നൽകിയ പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് മുൻപാകെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിന് മുൻപിൽ ഇത് സംബന്ധിച്ചുള്ള പരാതികൾ, വിശദമായ പരാതികൾ ഈ NM വിജയന്റേത് മാത്രമല്ല, ഉദ്യോഗാർത്ഥികൾ വ്യക്തിപരമായി നൽകിയ പരാതികൾ ഉൾപ്പെടെ ഇവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ നടപടി സ്വീകരിച്ചില്ല. ആ ഘട്ടത്തിൽ ചില അന്വേഷണ കമ്മീഷനെയും മറ്റും പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഈ പലരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ച് അത്തരം അന്വേഷണങ്ങൾ അവസാനിക്കുകയാണ് ചെയ്തത്. അതിന്മേൽ നടപടികളൊന്നും ഉണ്ടായില്ല. ഇതെല്ലാം വലിയ തോതിൽ മാനസികമായി NM വിജയനെ തളർത്തിയിരുന്നു. ഈ ആത്മഹത്യയിലേക്ക് തന്നെ നയിച്ച കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതായി അത് ഇത്തരത്തിലുള്ള അവഗണന ആ രീതിയിൽ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ പറയുന്നത്. ഇക്കാര്യം സംബന്ധിച്ചുള്ള സൂചനകൾ തനിക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ നൽകുന്ന വിശദീകരണം. എന്നാൽ DCC നേതൃത്വത്തിന് മുൻപിൽ പരാതികളായി തന്നെ ഈ വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. ഏതായാലും അതാണ് ഇതിലൊരു ഒരു വൈപരീത്യം. അദ്ദേഹം ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുമ്പോഴും കൂടുതൽ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഏതായാലും അന്വേഷണം ആവശ്യപ്പെടുകയാണ് DCC പ്രസിഡന്റ് ചെയ്തത്. അതോടൊപ്പം IC ബാലകൃഷ്ണൻ ഈ വിഷയത്തിൽ പ്രത്യക്ഷത്തിൽ പ്രതിരോധത്തിലാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പുറത്തു വന്ന രേഖകളിലെല്ലാം IC ബാലകൃഷ്ണന്റെ പേര് പ്രാഥമികമായി പരാമർശിക്കുന്നു എന്നുള്ളതാണ്. ഈ ഉടമ്പടി കരാർ രേഖകളിലും മറ്റും IC ബാലകൃഷ്ണൻ പണം വാങ്ങിയതായാണ് പ്രധാനമായും പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ IC ബാലകൃഷ്ണനെ കേന്ദ്രീകരിച്ചാണ് കോൺഗ്രസിൽ വലിയ വിവാദം പോകുന്നത്, വലിയ തർക്കങ്ങൾ. അനൂപ് തുടരണം.